പിന്നെ അവിടെ നിന്ന് നമ്മുടെ സെക്യൂരിറ്റിയും കഴിഞ്ഞ് ഇമിഗ്രേഷനും കഴിഞ്ഞ് അകത്ത് കയറി. നടന്ന് ഉൾപ്പെടെ കാണാം നമ്മുടെ ദാസനും വിജയനും അമേരിക്ക കൂടെ ഓടിയ നേരെയുള്ള എസ്കലേറ്റർ. പിന്നെ അതിൽ കയറി അങ്ങ് ഇരിപ്പായി. അത് എത്താത്തതുകൊണ്ട് അതിനകത്തൂടെ നടക്കേണ്ടി തന്നെ വന്നു. കഫേ കോഫിയിൽ നിന്ന് ഒരു കോഫിയും അതുപോലെ തന്നെ ക്രോസന്റും പറഞ്ഞ അവിടെ ഇരിപ്പായി. പക്ഷെ ക്രോസന്റ് കൊള്ളിലായിരുന്നു, അത് ക്രോസന്റ് എന്നാണ് ഞാൻ പറയുന്നത്, പക്ഷെ അത് ക്രോസന്റ് അങ്ങനെ കണ്ടാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. അതെന്തോ ആയിക്കോട്ടെ, നേരം വെളുത്തു തുടങ്ങി. അപ്പോൾ അവിടെ ഇരുന്നിരുന്ന് ബോറടിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു ചിരിയും പാസ്സാക്കി പിന്നെ ഇരിപ്പ് തന്നെ തുടങ്ങി. ഒരുപാടധികം ആൾക്കാരുണ്ട്. എൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ ഒരു ബ്ലാങ്കറ്റ്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ഗൈഡ്, ഹെഡ്സെറ്റ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതൊന്നുമല്ല, നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു ഡെസ്ക് ആണുള്ളത്. അത് മാത്രമല്ല ഫ്ലൈറ്റിന്റെ ലൈവ് വ്യൂ കാണാൻ പറ്റും. നമുക്കിപ്പോൾ കാണുന്നത് ഫോർവേഡ് ആണ്, അതുപോലെ ബാക്ക്വേർഡ് കാണാൻ പറ്റും. ഇതിന്റെ ലൈവ് വ്യൂ എല്ലാ ഫ്ലൈറ്റിലും ഉണ്ടെന്ന് അറിയില്ല, കാരണം ഞാനിത് എക്കണോമിക് ക്ലാസ്സിലാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്റർടൈൻമെന്റുള്ള സംവിധാനം, ഫുഡ് മെനുവും, ഇത് എപ്പോൾ റീച്ച് ആവും, അവിടെ നിന്നിട്ട് ഏത് ഗേറ്റ് ആണ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് തന്നെ അറിയാൻ പറ്റും.